ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന ഭാഗത്തു നിന്നും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമേ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ച കമ്മിറ്റി ഏതാണ്? ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ച കമ്മിറ്റി ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ആണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് ആരാണ്? വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് വിക്രം സാരാഭായ് ആണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഏതാണ്? ISRO. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ISRO ആണ്. ISROയുടെ പൂർണ്ണരൂപം എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ്. ISROയുടെ പൂർണ്ണരൂപം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ്. ISRO സ്ഥാപിതമായ വർഷം ഏതാണ്? 1969 ഓഗസ്റ്റ് 15. ISRO സ്ഥാപിതമായ വർഷം 1969 ഓഗസ്റ്റ് 15-നാണ്. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരാണ്. ഇപ്പോൾ ബാംഗ്ലൂർ അറിയപ്പെടുന്നത് ബംഗളൂരു എന്ന പേരിലാണ്. ഇവിടുത്തെ അന്തരീക്ഷ ഭവനാണ് ISROയുടെ ആസ്ഥാനം. ബംഗളൂരുവിലെ അന്തരീക്ഷ ഭവനാണ് ISROയുടെ ആസ്ഥാനം. ISRO ബഹിരാകാശ വകുപ്പിൻ്റെ കീഴിലായ വർഷം ഏതാണ്? 1972 സെപ്റ്റംബറിലാണ് ISRO ബഹിരാകാശ വകുപ്പിൻ്റെ കീഴിലായത്. 1972 വരെ ISRO പ്രവർത്തിച്ചിരുന്നത് ഏത് വകുപ്പിൻ്റെ കീഴിലായിരുന്നു? ആണവോർജ വകുപ്പിൻ്റെ കീഴിലായിരുന്നു 1972 വരെ ISRO പ്രവർത്തിച്ചിരുന്നത്. ISROയുടെ ലോഗോയിലെ നിറങ്ങൾ എന്തെല്ലാമാണ്? ഓറഞ്ചും നീലയും. ISROയുടെ ലോഗോയിലുള്ള നിറങ്ങൾ എന്തെല്ലാമാണ്? ഓറഞ്ചും നീലയും. ISRO മൂന്നാമത് റോക്കറ്റ് ലോഞ്ച് പാഡ് നിലവിൽ വരുന്നത് എവിടെയാണ്? കുലശേഖരപട്ടണം. ഈ കുലശേഖരപട്ടണം തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലാണ്. ISROയുടെ മൂന്നാമത് റോക്കറ്റ് ലോഞ്ച് പാഡ് നിലവിൽ വരുന്നത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലുള്ള കുലശേഖരപട്ടണത്തിലാണ്. നിലവിൽ ISROയുടെ ചെയർമാൻ ആരാണ്? S. സോമനാഥ്. മലയാളിയായ S. സോമനാഥാണ് നിലവിൽ ISROയുടെ ചെയർമാൻ. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മുൻ ISRO ചെയർമാൻ ആയിരുന്ന ഡോക്ടർ K. ശിവനാണ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ K. ശിവനാണ്. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? ഋതു കരിതൽ. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഋതു കരിതലാണ്. ISROയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? വിക്രം സാരാഭായ്. ISROയുടെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു. വിക്രം സാരാഭായുടെ ജന്മദേശം എവിടെയാണ്? ഗുജറാത്തിലെ അഹമ്മദാബാദ്. വിക്രം സാരാഭായുടെ ജന്മസ്ഥലം ഗുജറാത്തിലെ അഹമ്മദാബാദാണ്. അഹമ്മദാബാദിലെ വിക്രം സാരാഭായ് റിസർച്ച് ലബോറട്ടറി ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായി സേവനം അനുഷ്ഠിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? വിക്രം സാരാഭായ്. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമാക്കാൻ പ്രവർത്തിച്ചവർ ആരെല്ലാമാണ്? ജവഹർലാൽ നെഹ്റുവും വിക്രം സാരാഭായും. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമാക്കാൻ പ്രവർത്തിച്ചവർ ആരെല്ലാമാണ്? ജവഹർലാൽ നെഹ്റുവും വിക്രം സാരാഭായും. 1962 ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് സ്ഥാപിക്കാൻ നേതൃത്വം കൊടുത്തതും വിക്രം സാരാഭായ് ആണ്. ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനം എന്നാണ്? ഓഗസ്റ്റ് 12. വിക്രം സാരാഭായുടെ ജന്മദിനമായ ഓഗസ്റ്റ് 12 ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായി ആചരിക്കുന്നത്. ISROയുടെ ഏറ്റവും വലിയ അനുബന്ധ ഏജൻസി ഏതാണ്? VSSC. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്നതാണ് VSSCയുടെ പൂർണ്ണരൂപം. റോക്കറ്റുകൾ നിർമ്മിക്കുക എന്ന ഉത്തരവാദിത്തമുള്ള ISROയുടെ അനുബന്ധ ഏജൻസി ഈ VSSC ആണ്. VSSCയുടെ പൂർണ്ണരൂപം എന്താണ്? വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്നാണ്. VSSCയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്തെ തുമ്പയാണ്. VSSCയുടെ ആസ്ഥാനം തിരുവനന്തപുരത്തെ തുമ്പയാണ്. ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തുമ്പ. ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ തുമ്പയിലാണ്.
തുമ്പയിൽ നിന്നും ആദ്യമായി വിക്ഷേപിക്കപ്പെട്ട റോക്കറ്റ് ഏതാണ്? നൈക്ക് അപ്പാച്ചെ. തുമ്പയിൽ നിന്നും ആദ്യമായി വിക്ഷേപിക്കപ്പെട്ട റോക്കറ്റ് ഏതാണ്? നൈക്ക് അപ്പാച്ചെയാണ്. ഈ നൈക്ക് അപ്പാച്ചെ വിക്ഷേപിച്ചത് 1963 നവംബർ 21-നാണ്. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? തുമ്പ. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരത്തെ തുമ്പയാണ്. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? തുമ്പ. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയും ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ടയുമാണ്. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ശ്രീഹരിക്കോട്ടയാണ്. ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? വീലർ ദ്വീപ്. ഒഡീഷയിലെ ചാന്ദിപ്പൂരിലുള്ള വീലർ ദ്വീപാണ് ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം. ഈ വീലർ ദ്വീപിൻ്റെ പേര് ഇപ്പോൾ അബ്ദുൽ കലാം ദ്വീപ് എന്നാണ്. അപ്പോൾ ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയും ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ടയും ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം ഒഡീഷയിലെ ചാന്ദിപ്പൂരിലുള്ള വീലർ ദ്വീപുമാണ്. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ടയാണ്. ഈ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? നെല്ലൂർ. ആന്ധ്രാപ്രദേശിനടുത്ത് ബംഗാൾ ഉൾക്കടലിൽ ആണ് ഈ നെല്ലൂർ ജില്ല സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം, ഇന്ത്യയുടെ കേപ്പ് കെനഡി എന്നൊക്കെ അറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ടയാണ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖമെന്നും ഇന്ത്യയുടെ കേപ്പ് കെനഡി എന്നുമൊക്കെ അറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ടയാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? രോഹിണി. ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം രോഹിണിയാണ്. ബഹിരാകാശ പര്യവേഷണത്തെക്കുറിച്ചുള്ള പദ്ധതി രേഖ തയ്യാറാക്കുക എന്ന കടമ നിർവഹിക്കുന്ന ഏജൻസി സ്പേസ് ആപ്ലിക്കേഷൻ സെൻ്ററാണ്. ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയാണ്. ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയാണ്. ISROയുടെ ബഹിരാകാശ ഏജൻസികളും ആസ്ഥാനങ്ങളുമാണ് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത്. ISROയുടെ ആസ്ഥാന മന്ദിരം അന്തരീക്ഷ ഭവനാണെന്ന് നമ്മൾ പഠിച്ചു. അത് കർണാടകയിലെ ബംഗളൂരുവിലാണ്. മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഹാസനിലുമുണ്ട്, മധ്യപ്രദേശിലെ ഭോപ്പാലിലുമുണ്ട്. മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി എവിടെയൊക്കെയാണുള്ളത്? കർണാടകയിലെ ഹസനിലും മധ്യപ്രദേശിലെ ഭോപ്പാലിലുമാണ്. ISROയുടെ മറ്റൊരു ബഹിരാകാശ ഏജൻസിയായ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ എവിടെയാണ്? അതും അഹമ്മദാബാദിലാണ്. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ബാംഗ്ലൂരിലുമുണ്ട്, തിരുവനന്തപുരത്തെ വലിയ മലയിലുമുണ്ട്. ISROയുടെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ബാംഗ്ലൂരിലുമുണ്ട്, തിരുവനന്തപുരത്തെ വലിയ മലയിലും ഉണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തെ വലിയ മലയിലുള്ള ISROയുടെ അനുബന്ധ ഏജൻസി എന്ന് ചോദിച്ചാൽ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ എന്നാണ്. ഇതിൻ്റെ ചുരുക്കപ്പേര് LPSC എന്നാണ്. UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ എവിടെയാണ്? അത് ബംഗളൂരുവിലാണ്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എവിടെയാണ്? ശ്രീഹരിക്കോട്ടയിലാണ്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ പേര് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്നാണ്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്താണ്, അതായത് VSSC തിരുവനന്തപുരത്താണ്. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ തുമ്പയിലാണ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ എവിടെയാണ്? ഹൈദരാബാദിലാണ്. തെലങ്കാനയിലെ ഹൈദരാബാദിലാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ്. നാഷണൽ അറ്റ്മോസ്ഫിറിക് റിസർച്ച് ലബോറട്ടറി എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലാണ്. നാഷണൽ അറ്റ്മോസ്ഫിറിക് റിസർച്ച് ലബോറട്ടറി ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലാണ്. നോർത്ത് ഈസ്റ്റേൺ സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ മേഘാലയയിലെ ഷില്ലോങ്ങിലാണ്. ഇന്ത്യൻ ഡീപ്പ് സ്പേസ് നെറ്റ്വർക്ക് എവിടെയാണ്? ബംഗളൂരു. ഇന്ത്യൻ ഡീപ്പ് സ്പേസ് നെറ്റ്വർക്കിൻ്റെ ആസ്ഥാനം ബംഗളൂരുവാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്തെ വലിയമലയാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ വലിയമല ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട ഒരു ഭാഗമാണ്.
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ വലിയമലയിലാണ്. അതുപോലെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്ററും തിരുവനന്തപുരത്തെ വലിയമലയിലാണ് ഉള്ളത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിൻ്റെ ആസ്ഥാനം ബംഗളൂരുവാണ്. ആൻഡ്രിക്സ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവിലാണ്. സ്പേസ് ടെക്നോളജി ഇൻക്യുബേഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ത്രിപുരയിലെ അഗർത്തലയിലുമാണ്. ഇനി ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികളാണ്. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. ആര്യഭട്ടയുടെ ഭാരം 360 കിലോഗ്രാം ആയിരുന്നു. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിച്ചത് ഇന്ത്യയിൽ നിന്നാണോ? അല്ല, 1975 ആര്യഭട്ട വിക്ഷേപിച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ 1975 ഏപ്രിൽ 19 ആര്യഭട്ട വിക്ഷേപിച്ചത്. എവിടെ നിന്നുമാണ് വിക്ഷേപിച്ചത്? സോവിയറ്റ് യൂണിയനിലെ ബെയ്ക്കനൂർ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഭാസ്കര 1. 1979 ജൂൺ 7 ഭാസ്കര 1 വിക്ഷേപിച്ചത്. ഇതിൻ്റെ ഭാരം 442 കിലോഗ്രാം ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതായിരുന്നു? ഭാസ്കര 1. ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായിരുന്നു ഭാസ്കര 1. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? രോഹിണി. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം രോഹിണിയാണ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ചോദിച്ചാൽ അത് ആര്യഭട്ടയാണ്. അത് വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19 സോവിയറ്റ് യൂണിയനിലെ ബെയ്ക്കനൂർ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നുമാണ്. എന്നാൽ ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം രോഹിണിയാണ്. രോഹിണി വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിൽ നിന്നുമാണ്. രോഹിണിയുടെ ഭാരം 35 കിലോഗ്രാം ആയിരുന്നു. ഈ രോഹിണി വിക്ഷേപിച്ചത് എന്നാണ്? 1979 ഓഗസ്റ്റ് 10 രോഹിണി വിക്ഷേപിച്ചത്. രോഹിണി വിക്ഷേപണത്തിനായി ഉപയോഗിച്ച വാഹനം ഏതാണ്? SLV-3. രോഹിണി വിക്ഷേപിക്കാനായി ഉപയോഗിച്ച വാഹനം SLV-3 ആണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? SLV-3. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിക്ഷേപണ വാഹനം SLV-3 ആയിരുന്നു. SLV-3യുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു? ഡോക്ടർ APJ അബ്ദുൽ കലാം. SLV-3യുടെ പ്രോജക്റ്റ് ഡയറക്ടർ ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ആപ്പിൾ. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിളാണ്. ആപ്പിളിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെൻ്റ് എന്നായിരുന്നു. ആപ്പിളിൻ്റെ ഭാരം എത്രയായിരുന്നു? 670 കിലോഗ്രാം ആണ്. ഇൻസാറ്റിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ്. ഇൻസാറ്റിൻ്റെ പൂർണ്ണരൂപം ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വിവിധോദ്ദേശീയ ഉപഗ്രഹം ഏതായിരുന്നു? ഇൻസാറ്റ് 1A. ഇന്ത്യയുടെ ആദ്യത്തെ വിവിധോദ്ദേശീയ ഉപഗ്രഹം ഇൻസാറ്റ് 1A ആണ്. ഇത് വിക്ഷേപിച്ചത് 1982 കൗറുവിൽ നിന്നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വിവിധോദ്ദേശ ഉപഗ്രഹമായ ഇൻസാറ്റ് 1A വിക്ഷേപിച്ചത് എവിടെ നിന്നുമാണ്? 1982 കൗറുവിൽ നിന്നുമാണ് വിക്ഷേപിച്ചത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ വിവിധോദ്ദേശീയ ഉപഗ്രഹം ഏതായിരുന്നു? ഇൻസാറ്റ് 2A. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ വിവിധോദ്ദേശീയ ഉപഗ്രഹം ഇൻസാറ്റ് 2A ആണ്. ഇത് വിക്ഷേപിച്ചത് 1992 ജൂലൈ 10 ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്നാണ്. ഇൻസാറ്റ് 2A വിക്ഷേപിച്ചത് 1992 ജൂലൈ 10 ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്നുമാണ്. പര്യവേഷണം, പ്രകൃതി വിഭവങ്ങളുടെ വിവരം ശേഖരിക്കൽ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് IRS. പര്യവേഷണം, പ്രകൃതി വിഭവങ്ങളും വിവരം ശേഖരിക്കൽ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? IRS എന്നാണ്. സമുദ്ര പഠനത്തിനായി ഉള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതായിരുന്നു? ഓഷ്യൻ സാറ്റ് 1. സമുദ്ര പഠനങ്ങൾക്കായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് ഓഷ്യൻ സാറ്റ് 1. കാലാവസ്ഥാ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതായിരുന്നു? മെറ്റ്സാറ്റ് 1. ഇതിൻ്റെ മറ്റൊരു പേര് കൽപ്പന 1 എന്നുകൂടിയുണ്ട്. 2002 സെപ്റ്റംബർ 12 മെറ്റ്സാറ്റ് 1 വിക്ഷേപിച്ചത്.
അപ്പോൾ എന്തിനു വേണ്ടിയുള്ള ഉപഗ്രഹമായിരുന്നു മെഡ്സാറ്റ് 1? കാലാവസ്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് മെഡ്സാറ്റ് 1. ഈ മെഡ്സാറ്റ് 1-ന് കൽപ്പന 1 എന്ന പേര് നൽകിയത് എന്നാണ്? 2003 ഫെബ്രുവരി 5-ന്. ഇപ്പോൾ 2002 സെപ്റ്റംബർ 12-ന് വിക്ഷേപിച്ച മെഡ്സാറ്റ് 1-ന് കൽപ്പന 1 എന്ന പേര് നൽകിയത് 2003 ഫെബ്രുവരി 5-നാണ്. ഇന്ത്യയുടെ ആദ്യ ജിസാറ്റ് സീരീസ് ഉപഗ്രഹമായ ജിസാറ്റ് 1 വിക്ഷേപിച്ചത് എന്നാണ്? 2001 ഏപ്രിൽ 18. ജിസാറ്റ് 1 വിക്ഷേപിച്ചത് 2001 ഏപ്രിൽ 18-നാണ്. സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ജിസാറ്റ് 9. സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ജിസാറ്റ് 9. പൂർണ്ണമായും പ്രതിരോധ ആവശ്യങ്ങൾക്കായി ISRO നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ജിസാറ്റ് 7. പൂർണ്ണമായും പ്രതിരോധ ആവശ്യങ്ങൾക്കായി ISRO നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് ജിസാറ്റ് 7. ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ഏതാണ്? ജിസാറ്റ് 11. ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ജിസാറ്റ് 11 ആണ്. ഈ ജിസാറ്റ് 11ൻ്റെ ഭാരം എത്രയായിരുന്നു? 5854 കിലോഗ്രാമാണ്. ജിസാറ്റ് 11ൻ്റെ ഭാരം 5854 കിലോഗ്രാമാണ്. വലിയ പക്ഷി എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ്? ജിസാറ്റ് 11. വലിയ പക്ഷി എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ജിസാറ്റ് 11 ആണ്. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ രണ്ടാമത്തെ ഉപഗ്രഹം ഏതാണ്? ജിസാറ്റ് 90. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ രണ്ടാമത്തെ ഉപഗ്രഹം ജിസാറ്റ് 19 ആണ്. ഇന്ത്യയെ കൂടാതെ പ്രതിരോധ ഉപഗ്രഹം സ്വന്തമായുള്ള രാജ്യങ്ങൾ ഏതെല്ലാമാണ്? റഷ്യ, അമേരിക്ക, ബ്രിട്ടൻ, ചൈന. ഇന്ത്യയെ കൂടാതെ പ്രതിരോധ ഉപഗ്രഹം സ്വന്തമായുള്ള രാജ്യങ്ങൾ റഷ്യ, അമേരിക്ക, ബ്രിട്ടൻ, ചൈന എന്നിവയാണ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഭൂസ്ഥിര ഉപഗ്രഹം ഏതായിരുന്നു? എജ്യൂസാറ്റ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഭൂസ്ഥിര ഉപഗ്രഹം ഏതാണ്? എജ്യൂസാറ്റ്. എജ്യൂസാറ്റ് വിക്ഷേപിച്ച വർഷം ഏതാണ്? 2004 സെപ്റ്റംബർ 20. എജ്യൂസാറ്റ് വിക്ഷേപിച്ചത് 2004 സെപ്റ്റംബർ 20-നാണ്. ഭൂപടങ്ങളും വിഭവ ഭൂപടങ്ങളും തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? കാർട്ടോസാറ്റ് സീരീസ് ഉപഗ്രഹങ്ങൾ. ഭൂപടങ്ങളും വിഭവ ഭൂപടങ്ങളും തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് കാർട്ടോസാറ്റ് സീരീസ് ഉപഗ്രഹങ്ങൾ. ഇന്ത്യയുടെ ആദ്യ ഗ്രഹാന്തര ദൗത്യം ഏതായിരുന്നു? മംഗൾയാൻ. ഇന്ത്യയുടെ ആദ്യ ഗ്രഹാന്തര ദൗത്യം എന്ന് പറഞ്ഞാൽ മറ്റ് ഗ്രഹത്തിലേക്കുള്ള ദൗത്യമാണ്. അങ്ങനെ ഇന്ത്യയുടെ ആദ്യ ഗ്രഹാന്തര ദൗത്യം ഏതാണ്? മംഗൾയാനാണ്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ആദ്യ ചൊവ്വ ദൗത്യം ഏതാണ്? മംഗൾയാൻ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ആദ്യ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ചൊവ്വ ദൗത്യം ഏതായിരുന്നു? മംഗൾയാൻ. ലോകത്തിലെ തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ ചൊവ്വ ദൗത്യമായിരുന്നു മംഗൾയാൻ. ചൊവ്വ ദൗത്യത്തിൻ്റെ ആദ്യ ശ്രമത്തിൽ വിജയിച്ച ആദ്യ രാജ്യം ഏതാണ്? ഇന്ത്യ. ചൊവ്വ ദൗത്യത്തിൻ്റെ ആദ്യ ശ്രമത്തിൽ തന്നെ വിജയം കൈവരിച്ച ആദ്യ രാജ്യം ഇന്ത്യയാണ്. മംഗൾയാൻ പേടകം ഇന്ത്യ വിക്ഷേപിച്ചത് എന്നാണ്? 2013 നവംബർ 5-ന്. മംഗൾയാൻ പേടകം ഇന്ത്യ വിക്ഷേപിച്ചത് 2013 നവംബർ 5-നാണ്. എവിടെ നിന്നുമാണ് വിക്ഷേപിച്ചത്? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുമാണ് 2013 നവംബർ 5-ന് മംഗൾയാൻ പേടകം വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ഏതായിരുന്നു? ചന്ദ്രയാൻ 1. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 1. ഈ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചതെന്നാണ്? 2008 ഒക്ടോബർ 22-നാണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22-നാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യം ഏതായിരുന്നു? ചന്ദ്രയാൻ 2. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യം ചന്ദ്രയാൻ 2 ആയിരുന്നു. വിക്ഷേപണ വാഹനം ഏതായിരുന്നു? എന്തിൻ്റെ? ചന്ദ്രയാൻ 2-ൻ്റെ വിക്ഷേപണ വാഹനം GSLV മാർക്ക് 111M1 എന്നതായിരുന്നു. ഇത് വിക്ഷേപിച്ചത് എന്നാണ്? അതായത് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22-നാണ്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? 2019 ജൂലൈ 22-നാണ്. ചന്ദ്രനിൽ പതാക പാറിക്കുന്ന നാലാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യ. ചന്ദ്രനിൽ പതാക പാറിക്കുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ.
ഭ്രമണപഥത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? SRE-1. ഇതിൻ്റെ പൂർണ്ണരൂപം സ്പേസ് റിക്കവറി എക്സ്പെരിമെൻറ്റ് 1 എന്നാണ്. ഭ്രമണപഥത്തിൽ നിന്നും വീണ്ടെടുക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? സ്പേസ് റിക്കവറി എക്സ്പെരിമെൻറ്റ് 1 ആണ്. കാലാവസ്ഥാ നിരീക്ഷണത്തിന് പുറമെ അന്തരീക്ഷ താപനില, സാന്ദ്രത, മേഘങ്ങൾ, ഓസോൺ പാളിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവ നിരീക്ഷിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ഇൻസാറ്റ് 3DR. ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹം ഏതാണ്? കലാംസാറ്റ് V2. ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹം ഏതാണ്? കലാംസാറ്റ് V2. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച റഡാർ ഇമേജിംഗ് ഉപഗ്രഹം ഏതാണ്? റിസാറ്റ്-1. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ് റിസാറ്റ്-1. ഇത് വിക്ഷേപിച്ച 2012 ഏപ്രിൽ 26-നാണ്. PSLV-19 വാഹനത്തിൽ 2012 ഏപ്രിൽ 26-നാണ് ഈ റിസാറ്റ്-1 വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ അത്യാധുനിക റിമോട്ടിംഗ് സെൻസിംഗ് ഉപഗ്രഹം ഏതാണ്? റിസോഴ്സാറ്റ്-1. ഇന്ത്യയുടെ അത്യാധുനിക റിമോട്ടിംഗ് സെൻസിംഗ് ഉപഗ്രഹമാണ് റിസോഴ്സാറ്റ്-1. ഇത് വിക്ഷേപിച്ച 2003 ഒക്ടോബർ 17-നാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് സഹായിക്കുന്ന ഉപഗ്രഹം ഏതാണ്? മെഗാട്രോപിക്സ്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് സഹായിക്കുന്ന ഉപഗ്രഹമാണ് മെഗാട്രോപിക്സ്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനം ഏതാണ്? IRNSS. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനമാണ് IRNSS. ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹ സംവിധാനം ഇനി മുതൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? നാവിക്. ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹ സംവിധാനം ഇനി മുതൽ അറിയപ്പെടുന്നത് നാവിക് എന്ന പേരിലാണ്. ആദിത്യ L1 ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. സൂര്യൻ്റെ ഉപരിതലത്തിലുള്ള കൊറോണയുടെ വിശദാംശങ്ങൾ പഠിക്കുവാനായി ISRO രൂപകൽപ്പന ചെയ്യുന്ന സൂര്യപര്യവേഷണ ഉപഗ്രഹമാണ് ആദിത്യ L1. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ സൂര്യപര്യവേഷണ ഉപഗ്രഹം ഏതാണ്? ആദിത്യ L1 ആണ്. ആദിത്യയുടെ സുപ്രധാന ലക്ഷ്യം എന്താണ്? സൗരബാഹ്യാവരണമായ കൊറോണ ചൂടാകുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നതാണ് ആദിത്യയുടെ സുപ്രധാന ലക്ഷ്യം. 400 കിലോഗ്രാം ഭാരമുള്ള ആദിത്യയെ ഭൂമിയുടെ 800 കിലോമീറ്റർ ഉയരമുള്ള പ്രദക്ഷിണ പഥത്തിൽ ഉയർത്തി സ്ഥാപിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ആദിത്യയെ വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന വിക്ഷേപണ വാഹനം ഏതാണ്? PSLV-XL. ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമുള്ള മറ്റ് രാജ്യങ്ങൾ ഏതെല്ലാമാണ്? അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, യൂറോപ്യൻ യൂണിയൻ എന്നിവയാണ്. ഇന്ത്യയുടെ ഏറ്റവും ഭാരം കുറഞ്ഞ റോക്കറ്റ് ഏതാണ്? GSLV Mark 3 ആണ്. ഇന്ത്യയുടെ ഏറ്റവും ഭാരം കുറഞ്ഞ റോക്കറ്റ് GSLV Mark 3 ആണ്. പുനരുപയോഗിക്കാൻ കഴിയുന്ന ISROയുടെ വിക്ഷേപണ വാഹനം ഏതാണ്? RLV-TD. ഒറ്റ വിക്ഷേപണത്തിൽ 104 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച ISROയുടെ വിക്ഷേപണ വാഹനം ഏതാണ്? PSLV-C-37. ഒറ്റ വിക്ഷേപണത്തിൽ 104 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച ISROയുടെ വിക്ഷേപണ വാഹനം ഏതാണ്? PSLV-C-37. ഒറ്റ വിക്ഷേപണത്തിൽ 31 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച വിക്ഷേപണ വാഹനം PSLV-C-38 ആണ്. ISROയുടെ 100ാമത്തെ ദൗത്യം ഏതായിരുന്നു? PSLV-C-21. ISROയുടെ 100ാമത്തെ ദൗത്യം PSLV-C-21 ആയിരുന്നു. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം ഏതായിരുന്നു? കാർട്ടോസാറ്റ് 2F. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം കാർട്ടോസാറ്റ് 2F-മാണ്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ക്രയോജനിക് എഞ്ചിൻ വിജയകരമായി ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? GSLV-D5. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ക്രയോജനിക് എഞ്ചിൻ വിജയകരമായി ഉപയോഗിച്ച വിക്ഷേപണ വാഹനം GSLV-D5 ആണ്. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലിസ്കോപ്പ് ഏതാണ്? ആസ്ട്രോസാറ്റ്. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലിസ്കോപ്പ് ആസ്ട്രോസാറ്റാണ്. ചെലവ് കുറഞ്ഞ രീതിയിൽ ദ്രുതഗതിയിൽ റോക്കറ്റുകളെ ബഹിരാകാശത്തെത്തിക്കുന്നതിനായി ISRO വിജയകരമായി പരീക്ഷിച്ച സാങ്കേതിക വിദ്യ എന്താണ്? സ്ക്രാം ജെറ്റ്. ചെലവ് കുറഞ്ഞ രീതിയിൽ ദ്രുതഗതിയിൽ റോക്കറ്റുകളെ ബഹിരാകാശത്തെത്തിക്കുന്നതിനായി ISRO വിജയകരമായി പരീക്ഷിച്ച സാങ്കേതിക വിദ്യയാണ് സ്ക്രാം ജെറ്റ്. സ്ക്രാം ജെറ്റ് പരീക്ഷണം നടത്തി വിജയിക്കുന്ന എത്രാമത്തെ രാജ്യമാണ്? ഇന്ത്യ. 4ാമത്തെ രാജ്യം.
സ്ക്രാംജെറ്റ് പരീക്ഷണം നടത്തി വിജയിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇനി നമ്മൾ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചാണ് പഠിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 11. ഈ നവംബർ 11 ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ്. ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ 11 ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ്. 10+2+3 എന്ന വിദ്യാഭ്യാസ ഘടന രാജ്യമൊട്ടാകെ പൊതുവായി അംഗീകരിച്ച വിദ്യാഭ്യാസ നയം ഏതാണ്? ദേശീയ വിദ്യാഭ്യാസ നയം 1986. 10+2+3 എന്ന വിദ്യാഭ്യാസ ഘടന രാജ്യമൊട്ടാകെ പൊതുവായി അംഗീകരിച്ച വിദ്യാഭ്യാസ നയം ദേശീയ വിദ്യാഭ്യാസ നയം 1986 ആണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഡോക്ടർ DS കോത്താരി. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. സ്കൂൾ പാഠപുസ്തകത്തിലൊക്കെ ഉള്ളതാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ DS കോത്താരിയാണ്. പ്രീ ഡിഗ്രി കോഴ്സുകൾ കോളേജുകളിൽ നിന്നും വേർപെടുത്തിയ വിദ്യാഭ്യാസ നയം ഏതാണ്? ദേശീയ വിദ്യാഭ്യാസ നയം 1986. പ്രീ ഡിഗ്രി കോഴ്സുകൾ കോളേജുകളിൽ നിന്നും വേർപെടുത്തിയ വിദ്യാഭ്യാസ നയം ദേശീയ വിദ്യാഭ്യാസ നയം 1986 ആണ്. നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനുള്ള പദ്ധതി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നയവും ദേശീയ വിദ്യാഭ്യാസ നയം 1986 തന്നെയാണ്. നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി. നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു. 1986 ദേശീയ വിദ്യാഭ്യാസ നയം പുനഃപരിശോധിക്കുന്നതിനായി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി. 1986 ദേശീയ വിദ്യാഭ്യാസ നയം പുനഃപരിശോധിക്കുന്നതിനായി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി. യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത് പേരിലാണ്? അമിതഭാരമില്ലാതെയുള്ള പഠനം. യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത് അമിതഭാരമില്ലാതെയുള്ള പഠനം എന്നാണ്. സംസ്കൃത ഭാഷയുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് 2015 കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? N. ഗോപാലസ്വാമി. സംസ്കൃത ഭാഷയുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് 2015 കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ N. ഗോപാലസ്വാമി ആയിരുന്നു. പുത്തൻ വിദ്യാഭ്യാസ നയം രൂപവത്കരിക്കുന്നതിനായി 2015 കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് രൂപം നൽകിയ കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? TSR സുബ്രഹ്മണ്യൻ. പുത്തൻ വിദ്യാഭ്യാസ നയം രൂപവത്കരിക്കുന്നതിനായി 2015 കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് രൂപം നൽകിയ കമ്മിറ്റിയുടെ തലവൻ TSR സുബ്രഹ്മണ്യനായിരുന്നു. അധ്യാപക നിയമനത്തിന് ടീച്ചർ എൻട്രൻസ് ടെസ്റ്റുകൾ നിർബന്ധമാക്കണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ്? TSR സുബ്രഹ്മണ്യൻ കമ്മിറ്റി. അധ്യാപക നിയമനത്തിന് ടീച്ചർ എൻട്രൻസ് ടെസ്റ്റുകൾ നിർബന്ധമാക്കണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി TSR സുബ്രഹ്മണ്യൻ കമ്മിറ്റിയാണ്. ഇന്ത്യയിലെ മികച്ച 20 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടി UGC നിയമിച്ച എംപവേർഡ് എക്സ്പെർട്സ് കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? N. ഗോപാലസ്വാമി. ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കിയ വർഷം ഏതാണ്? 2009. ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കിയ വർഷം 2009 എന്നാൽ ഈ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 പ്രധാന കമ്മീഷനുകളാണ് നോക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. 1948 ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം ലക്ഷ്യം വെച്ചുകൊണ്ട് നിയമിച്ച കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. വർഷം 1948. ഈ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ശുപാർശകൾ എന്തൊക്കെയായിരുന്നു? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപവത്കരിക്കുക. അപ്പോൾ UGC അഥവാ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിച്ചത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണെന്ന് ചോദിച്ചാൽ 1948 ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്. മറ്റൊരു പ്രധാന കമ്മീഷനായിരുന്നു 1952 ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ.
ഇതിൻ്റെ ലക്ഷ്യം സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ഇതിൻ്റെ ശുപാർശകൾ എന്തൊക്കെയായിരുന്നു? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം, വിവിധോദ്ദേശീയ സ്കൂളുകൾ സ്ഥാപിക്കണം, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം എന്നിവയൊക്കെയാണ്. ഇനി മറ്റൊരു പ്രധാന കമ്മീഷനായിരുന്നു ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1964 ഇതിൻ്റെ പ്രധാന ലക്ഷ്യം വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം ആയിരുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച കമ്മീഷൻ ഏതാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം, മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നിവയൊക്കെയായിരുന്നു കോത്താരി കമ്മീഷൻ്റെ പ്രധാന ശുപാർശകൾ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ശുപാർശയാണ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 കുറിച്ച് ചോദ്യങ്ങൾ ഉറപ്പായും പ്രതീക്ഷിക്കണം. ദേശീയ വിദ്യാഭ്യാസ നയം 2020 കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചത് എന്നാണ്? 2020 ജൂലൈ 29. ദേശീയ വിദ്യാഭ്യാസ നയം 2020 കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചത് 2020 ജൂലൈ 29. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അവസാന കരട് രൂപം രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ K കസ്തൂരിരംഗൻ. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അവസാന കരട് രൂപം രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ K കസ്തൂരിരംഗനായിരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം 2002 മുന്നോട്ട് വെച്ച പുതിയ വിദ്യാഭ്യാസ മാതൃക എന്താണ്? 5+3+3+4 എന്നതാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 മുന്നോട്ട് വെച്ച പുതിയ വിദ്യാഭ്യാസ മാതൃക ഏതാണ്? 5+3+3+4 എന്നതാണ്. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നിയന്ത്രിക്കുന്നതിനായി നിലവിൽ വരുന്ന സ്ഥാപനം ഏതാണ്? ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണ മികവ് വർദ്ധിപ്പിക്കുന്നതിനായി നിലവിൽ വരുന്ന സ്ഥാപനം ഏതാണ്? നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ പുതിയ പേര് എന്താണ്? വിദ്യാഭ്യാസ മന്ത്രാലയം. മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ പുതിയ പേര് വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാണ്. അടുത്തത് ഇന്ത്യൻ സാംസ്കാരിക നേട്ടങ്ങളാണ്. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യയുടെ സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ പ്രോത്സാഹനം ലക്ഷ്യമാക്കി സ്വാതന്ത്ര്യാനന്തരം ധാരാളം സ്ഥാപനങ്ങൾ ആരംഭിക്കുകയുണ്ടായി. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനം ഏതാണ്? സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇത് മുമ്പ് അറിയപ്പെട്ടിരുന്നത്. സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമായിരുന്നു സംഗീത നാടക അക്കാദമിയുടെ ലക്ഷ്യം. ഇനി കേന്ദ്ര ലളിതകലാ അക്കാദമിയാണ്. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്. ലക്ഷ്യം ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ഈ ലളിതകലാ അക്കാദമിയുടെ ലക്ഷ്യം. സാഹിത്യ അക്കാദമി ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നു. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അതുപോലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, അത് സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായതാണ്. സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നു. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്നിവയായിരുന്നു ഈ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ. ഇതിൻ്റെ ആസ്ഥാനവും ന്യൂഡൽഹി തന്നെയായിരുന്നു. നമുക്ക് ഇന്ത്യയുടെ വിദേശ നയങ്ങൾ ഒന്ന് നോക്കാം. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയ വിദേശ നയമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്വീകരിച്ചത്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ ഏതൊക്കെയാണ്? സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം,
ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലേക്കുള്ള ഊന്നൽ, ചേരിചേരായ്മ എന്നിവയായിരുന്നു ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയായിരുന്നു? സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ എന്നിവയൊക്കെയാണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ. ചേരിചേരാ പ്രസ്ഥാനം സ്ഥാപിതമായ വർഷം ഏതാണ്? 1961. ചേരിചേരാ പ്രസ്ഥാനം സ്ഥാപിതമായത് 1961 ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ അംഗസംഖ്യ എത്രയായിരുന്നു? 120. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ അംഗസംഖ്യ 120. ശീതസമരത്തിൻ്റെ ഭാഗമായ അമേരിക്കൻ USSR ചേരികളിൽ പെടാതെ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ച രാഷ്ട്രങ്ങളുടെ സംഘടനയാണ് ചേരിചേരാ പ്രസ്ഥാനം. ഇത് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്നാണ്. ചുരുക്കി നമ്മൾ നാം എന്നതിനെ വിളിക്കാറുണ്ട്. ചേരിചേരാ പ്രസ്ഥാനം തന്നെയാണ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്. ഇതിനെ തന്നെയാണ് നമ്മൾ നാം എന്ന പേരിലും വിളിക്കാറുള്ളത്. നാം എന്ന ആശയം ആദ്യമായി പ്രചരിപ്പിച്ചത് ആരാണ്? VK കൃഷ്ണമേനോൻ. നാം എന്ന ആശയം ആദ്യമായി പ്രചരിപ്പിച്ചത് VK കൃഷ്ണമേനോനാണ്. നാമിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു, ഈജിപ്റ്റ് പ്രസിഡൻ്റായിരുന്ന ഗമാൽ അബ്ദുൽ നാസർ, യുഗോസ്ലാവിയൻ പ്രസിഡൻ്റായിരുന്ന മാർഷൽ ടിറ്റോ, ഇന്തോനേഷ്യൻ പ്രസിഡൻ്റായിരുന്ന അഹമ്മദ് സുക്കാർണോ, ഘാന പ്രസിഡന്റ് ക്വാമി ക്രൂമ എന്നിവർ ചേർന്നാണ് നാമിൻ്റെ രൂപീകരണത്തിന് മുൻകൈയെടുത്തത്. ചേരിചേരായ്മ ലോകകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവാണ്. നാം രൂപീകരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? 1955 ബെന്തൂങ് സമ്മേളനം. നാം രൂപവത്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1955 ബെന്തൂങ് സമ്മേളനമാണ്. നാമിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ബെൽഗ്രേഡ് വെച്ചാണ്. യുഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിൽ വെച്ച് 1961 നാമിൻ്റെ ആദ്യ സമ്മേളനം നടന്നത്. ബെൽഗ്രേഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതാണ്? P25 ആണ് ബെൽഗ്രേഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ. നാമിൻ്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത് എന്താണ്? പഞ്ചശീല തത്വങ്ങളാണ്. നാമിൻ്റെ രൂപീകരണത്തിനായി അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത് പഞ്ചശീല തത്വങ്ങളാണ്. നാമിൽ ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യങ്ങൾ അസർബൈജാനും ഫിജിയുമാണ്. 2011 ഈ അസർബൈജാനും ഫിജിയും നാമിൽ അംഗമായത്. നാമിൽ അംഗമായ യൂറോപ്യൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബെലാറസ്, അസർബൈജാൻ. നാമിൽ അംഗമായ യൂറോപ്യൻ രാജ്യങ്ങളാണ് ബെലാറസ്, അസർബൈജാൻ എന്നിവ. നാമിൻ്റെ ആദ്യ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? ജോസിഫ് ബ്രോസ് ടിറ്റോ. യുഗോസ്ലോവിയക്കാരനായ ജോസിഫ് ബ്രോസ് ടിറ്റോയായിരുന്നു നാമിൻ്റെ ആദ്യ സെക്രട്ടറി ജനറൽ. നിലവിലെ സെക്രട്ടറി ജനറൽ ഇൽഹാം അലിയേവാണ്. നിലവിൽ നാമിൻ്റെ സെക്രട്ടറി ജനറൽ ആരാണ്? ഇൽഹാം അലിയേവ്. 18ാം ചേരിചേരാ സമ്മേളനത്തിൻ്റെ വേദി എവിടെയായിരുന്നു? അസർബൈജാൻ. 2019 18ാം ചേരിചേരാ സമ്മേളനത്തിൻ്റെ വേദി അസർബൈജാനാണ്. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ച വർഷം ഏതാണ്? 1954. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ച 1954 പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റുവും ചൗവിൻ ലായും. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗവിൻ ലായുമാണ് 1954 പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ചത്. 1987 രൂപം കൊണ്ട നാമിൻ്റെ അനുബന്ധ കമ്മിറ്റി ഏതാണ്? ആഫ്രിക്ക ഫണ്ട്, ദി ആക്ഷൻ ഫോർ റെസിസ്റ്റിംഗ് ഇൻവേഷൻ, കൊളോണിയസം ആൻഡ് അപ്പാത്തേഡ് എന്നതായിരുന്നു ആഫ്രിക്ക ഫണ്ടിൻ്റെ പൂർണ്ണരൂപം. ആഫ്രിക്ക ഫണ്ട് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? രാജീവ് ഗാന്ധി. ആഫ്രിക്ക ഫണ്ട് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാൻ രാജീവ് ഗാന്ധി ആയിരുന്നു. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും ചൈനയും. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഈ മേഖലയിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണിവ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്?
ഇന്ത്യയും ചൈനയുമാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇതോടുകൂടി നമ്മൾ ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയും ഉൾപ്പെടുന്ന ആ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതോടുകൂടി 2 പ്രധാനപ്പെട്ട മൊഡ്യൂളുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 20 മാർക്കിൻ്റെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയൊരു മൊഡ്യൂളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.